ചേർക്കുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്ന പദമാണ്. ഇയ്യോബ് അനുഭവിക്കുന്നതായ പ്രതിസന്ധികളുടെ നടുവിൽ താൻ നേരിടുന്ന ചോദ്യങ്ങളും തന്നെ വിസ്തരിക്കുന്നവരുടെയും മുൻപിൽ താൻ പറയുകയാണ്, എൻ്റെ സാക്ഷി സ്വർഗത്തിലാണ്, എനിക്ക് ജാമ്യം നൽകുന്നത് ഈ ലോകത്തിലുള്ളവരാരുമല്ല, അവൻ ഉയരത്തിലിരിക്കുന്നു എന്നോർപ്പിക്കുകയാണ്. 121-ാം സങ്കീർത്തനത്തിലേക്ക് നാം ഒന്ന് കടന്നു വരികയാണെങ്കിൽ ആ സങ്കീർത്തനത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്നുള്ളൊരു ചോദ്യമാണ്. ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഹൃദയത്തിലും ദൈവത്തോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്നെ ആര് സഹായിക്കും? എന്നെ ആര് സംരക്ഷിക്കും? എനിക്കെവിടെ നിന്നൊരു സഹായം ലഭ്യമാകും? എനിക്ക് വേണ്ടി ആര് വാദിക്കും എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും ഭക്തൻ പറയുകയാണ്: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം വരുന്ന ഒരു പർവ്വതമുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തി നോക്കുന്നത് എനിക്ക് സഹായം വരുവാൻ സാധ്യതയുള്ള പർവ്വതത്തിലേക്കാണ്. എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കുന്നത് എന്നോർമ്മപ്പെടുത്തി പറയുകയാണ്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ ബലവാൻ തൻ്റെ ശക്തി കൊണ്ടും തൻ്റെ പണം കൊണ്ടും തൻ്റെ സ്വാധീനം കൊണ്ടും പ്രവർത്തിക്കുമ്പോൾ ബലഹീനനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പണം കൊണ്ടോ അവൻ്റെ കരുത്തുകൊണ്ടോ അവൻ്റെ പേരുകൊണ്ടോ പ്രസിദ്ധി കൊണ്ടോ രക്ഷപ്പെടുവാൻ കഴിയാതെ അവൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അത്യുന്നതനായവൻ പറയുകയാണ്, ബലഹീനന് തുണ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനവും ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഭക്തന് സഹായം വരുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നല്ല, സമൂഹത്തിൽ നിന്നല്ല, കുടുംബത്തിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ അല്ല. യഥാർത്ഥമായി ഒരു ഭക്തന് സഹായം വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്, വിശുദ്ധ പർവ്വതത്തിൽ നിന്നാണ്. ആ ദൈവം കൈവിട്ട് കളയുന്ന ദൈവമല്ലെന്ന് വ്യക്തമാകുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എല്ലാവരാലും അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന ഇഫ്താഹിനെ നിങ്ങളൊന്ന് നോക്കൂ. അവന് ദൈവത്തിൻ്റെ സഹായം വെളിപ്പെടുകയും ദൈവം അവനെ സഹായിക്കുകയും ചെയ്തില്ലേ? ആ തലത്തിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഭക്തന്മാരായ മനുഷ്യവർഗത്തിനു വേണ്ടി സഹായം വരുന്നൊരു പർവ്വതമുണ്ട്. ആ അത്യുന്നതമായ പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയിലെ നാളുകളിൽ മുന്നേറാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് സഹായം വരുന്ന ഒരിടമുണ്ട്. അത് അത്യുന്നതൻ്റെ സന്നിധിയാണ്. അത് വിശുദ്ധ നഗരമാണ്. അവിടേക്ക് നോക്കിക്കൊണ്ട് പ്രതീക്ഷ കൈവിട്ടുകളയാതെ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ മുന്നേറുവാനും
ആ സ്വർഗത്തിൽ നിന്നുള്ള സഹായം അനുഭവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണം. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.